രാഹുൽ ഈശ്വർ നമുക്കൊപ്പം അതിഥിയായി ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് രാഹുൽ ഈശ്വർ. ഗുഡ് ഈവനിംഗ് അനുജ മാം. രാഹുൽ ഈശ്വർ, അതെ, രാഹുൽ സന്തോഷമുണ്ട്. ഈശ്വർ ഞങ്ങളുടെ ആദ്യ അതിഥിയാണ് കേട്ടോ. വിമൻസ് ഈവനിംഗിലെ ആദ്യ അതിഥിയാണ് രാഹുൽ. ഒപ്പം തന്നെ നമുക്ക് കൺഗ്രാറ്റുലേഷൻസോടെ പറയാം. അവാർഡ് കിട്ടിയത് രാഹുൽ, കൺഗ്രാറ്റ്സ്. അഭിനന്ദനങ്ങൾ നാലുപേരുടെയും. അതെ അതെ, താങ്ക് യു. വിവേകാനന്ദ പുരസ്കാരം നമ്മുടെ അദ്ദേഹത്തിൻ്റെതാണ്, എം വിജയകുമാർ സാറിൻ്റെ നമ്മുടെ സഖാവ് അവരുടെ പരിപാടിയിൽ നിന്നാണ്, മലയാളം ന്യൂസ് നെറ്റ്വർക്കിന്റെ ആണ്. അതിന് താങ്ക് യു. അതോടൊപ്പം എനിക്ക് അതേപോലെ തന്നെ ഒരു ആദരവായി തോന്നുന്നത് ഈ വിമൻസ് ഈവനിങ് എന്താ പരിപാടിയിൽ അങ്ങനെ വിളിക്കാൻ വരുന്ന എന്താ പറയുക വരാൻ കഴിഞ്ഞതെന്നുള്ളതാണ്. ഒരു വരി കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. അതിന് എല്ലാവിധ ഭാവുകങ്ങളും. ഞാൻ സ്ത്രീ വിരോധിയാന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ മുത്തശ്ശി ഒരു സ്ത്രീയാണ്. അമ്മയും വൈഫും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഒരു മകൾ ഉണ്ടായിട്ടില്ല, ദൈവം തന്നില്ല, 2 ആൺകുട്ടികളാണ്. അതുകൊണ്ട് സ്ത്രീകളെ പൂർണ്ണമായും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഏതെങ്കിലും രീതിയിൽ എൻ്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട അങ്ങനെ നിങ്ങളിൽ 4 പേർക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് എന്താ പറയണേ, അതിന് റിഗ്രറ്റ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇല്ല, അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഇല്ല. പക്ഷെ ഇന്നലെയൊക്കെ രാഹുൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നമ്മുടെ സമൂഹത്തിൽ ആണുങ്ങൾക്ക് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടി ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രതിനിധിയായിട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഈ സമീപ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ചും. ഞാൻ അതിൽ ഏറ്റവും കുറച്ച് സമയത്ത് മറുപടി പറയാം. എനിക്കറിയാം പുതിയ പരിപാടിയാണ്. ഞാൻ ഇന്നലെ വീണ എൻ്റെ സുഹൃത്തുക്കൾ, ഞങ്ങൾ ഒരുമിച്ചാണ് ആങ്കറിംഗ് ഒക്കെ തുടങ്ങിയത്. ഞാൻ ഈ ഫ്ലവേഴ്സ് ന്യൂസ് 24 പോലെ എല്ലാവരും കാണുന്ന ഒരു ടോപ്പ് റേറ്റഡ് ചാനലിൽ വീണ്ടും ചോദിച്ചു, ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത സരിതയ്ക്കെതിരെ നടപടി എടുക്കണമെന്ന് പറയുമോ? ചുമ്മാ കേൾക്കാനെങ്കിലും, അതായത് അങ്ങനെ പറയുമെങ്കിലും ചെയ്യുമോ? വീണയ്ക്ക് പറയാൻ പറ്റുന്നില്ല. ഞാനിത് വീണയോട് പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഉമ്മൻചാണ്ടി സാറിന്റെ ആത്മാവിത് കാണുന്നുണ്ടായിരിക്കുമെന്നാണ്. ആ അവസ്ഥയാണ് മാഡം ഞങ്ങൾക്ക്. അതായത് നിവിൻ പോളിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്തു. ഒരു വരി മാത്രമേ ഞാൻ എടുക്കൂ. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്തു. ആ സ്ത്രീക്കെതിരെ വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞല്ലോ, കേസെടുത്തോ. അതെന്താ അങ്ങനെ? നിവിൻ പോളി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്റ്റാറിനും ഉമ്മൻചാണ്ടിക്കും കിട്ടാത്ത എന്ത് നീതി ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് കിട്ടും? ഒന്ന് ആലോചിച്ച് നോക്കുക. വെറുതെ ഈ അടുത്തിടയ്ക്ക് നടന്നൊരു സംഭവമല്ലേ, നിവിൻ പോളിക്കെതിരെ നടന്ന പരാതി വ്യാജമാണെന്ന് പറഞ്ഞു. ദുബായിലല്ലായിരുന്നു നിവിൻ പോളി, കൊച്ചിയിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസ സിനിമയുടെ ഷൂട്ടിങ്ങിലാണ്. പോലീസ് കണ്ടുപിടിച്ച് തെളിയിച്ചു. ഡോക്യുമെന്റ് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, ഹോട്ടലിൽ താമസിച്ച രേഖകളുണ്ട്. ഇതല്ല, 100 കണക്കിന് ആൾക്കാർ കണ്ടു. ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കാത്ത എന്താ? ഇതൊരു ചോദ്യമല്ലേ? ഇതാരും ചോദിക്കാത്ത എന്താ? ആ ചോദിക്കുന്ന ആളാണ് രാഹുൽ ഈശ്വർ. അത് സ്ത്രീ വിരോധം കൊണ്ടല്ല, ആ വ്യാജ പരാതിയോടുള്ള വിരോധം കൊണ്ടാണ്. രാഹുൽ സ്ത്രീ വിരോധി അല്ല. രാഹുൽ എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. രാഹുൽ സ്ത്രീ വിരോധി അല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇതിനപ്പുറമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളിലൂടെ ഇല്ലേ. ഞാനും രാഹുലും പലപ്പോഴും നമ്മൾ മറ്റു പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ജോൺ ഗ്രേയുടെ പുസ്തകം, മെൻ ആർ ഫ്രം മാർസ്, വിമൻ ആർ ഫ്രം വീനസ്. അപ്പോൾ ഈ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ചിന്താഗതികൾ, അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ പലപ്പോഴും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കില്ല അദ്ദേഹം മനസ്സിലാക്കുന്നത്. 2 ഗ്രഹങ്ങളിൽ നിന്ന് വന്നവരെ പോലെയാണ്. പക്ഷേ ഈ പുസ്തകം വായിച്ചതിന് ശേഷം അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് പലര്. അപ്പോൾ ഈ രീതിയിൽ അത്തരത്തിലുള്ള അടിസ്ഥാന മനഃശാസ്ത്രത്തിലും അടിസ്ഥാനപരമായ ആ ഒരു വ്യത്യസ്തത കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടേ. അത് സമൂഹത്തിലേക്ക് മുഴുവൻ കൂടി എത്തുമ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി മാറ്റമുണ്ടാകാൻ ഒരു ഇടയില്ലേ? 100%. നമുക്ക് ജീവിതത്തിൽ ഒരൊറ്റ പുസ്തകമേ വായിക്കാൻ കഴിയുള്ളൂ എന്ന് കരുതുക. അതായത് ഒരു ആയുഷ്കാലത്തിൽ നമുക്ക് ഒരു പുസ്തകമേ വായിക്കാൻ കഴിയുമെങ്കിൽ ആ പുസ്തകം മെൻ ആർ ഫ്രം മാസ്, വുമൺ ആർ ഫ്രം വീനസ് ആയിരിക്കണം. കാരണം സ്ത്രീ പുരുഷ ബ്രെയിനുകൾ, സ്ത്രീ പുരുഷ മനസ്സുകൾ ഇവയ്ക്കൊക്കെ വ്യത്യാസമാണ്. ഇത് ഒരാളെക്കാളും നല്ലതോ ചീത്തയല്ല, ഇവരുടെ ഓറിയന്റേഷൻ വ്യത്യാസമാണ്. ഇത് ബ്രെയിൻ വൈസ് ഉള്ള റിയാലിറ്റിയാണ്. ഇന്നത് കേൾക്കുന്ന ഈ ചാറ്റ് GPT ജനറേഷനിലെ കുട്ടികൾ വെറുതെ സെർച്ച് ചെയ്ത് നോക്കണം, ശരിയാണോ, അങ്ങനെ റിസർച്ച് പേപ്പേഴ്സ് ഉണ്ടോ എന്ന്. അതായത് ആണിന്റെയും പെണ്ണിന്റെയും തലച്ചോറ് വേറെയാണ്, ആണിന്റെയും പെണ്ണിന്റെയും മനോഘടന വേറെയാണ്. നമ്മൾ എല്ലാവർക്കും അവസര സമത്വം കൊടുക്കണം, എന്താ പറയുക, ഇക്വാലിറ്റി ഓഫ് ലോ കൊടുക്കണം, ഡിഗ്നിറ്റി കൊടുക്കണം. പക്ഷേ പോപ്പ് പറഞ്ഞാണ് കറക്റ്റ് സ്റ്റാൻഡ്. മെൻ ആൻഡ് വുമൺ ആർ ഈക്വൽ ബട്ട് ദേ ആർ ഡിഫറെന്റ്. ഈക്വൽ ആൻഡ് യുണീക്ക്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പലപ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണ വരും. ഇത് എൻ്റെ ജീവിതത്തിൽ നിന്ന് തെറ്റി പഠിച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ബന്ധങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സ്ത്രീ സൗഹൃദങ്ങളിൽ നിന്നോ ഒക്കെ നമ്മുടെ ഈ പരിചയവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ കാര്യവും തെറ്റി പഠിച്ചതാണ്. ഇത് മനസ്സിലാക്കാൻ കൂടി വേണം. കാര്യം പലപ്പോഴും ഞങ്ങൾ പുരുഷന്മാർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയില്ല. ഞങ്ങളെ പോലെയാണ് സ്ത്രീകൾ ചിന്തിക്കുന്നതെന്ന് ഞങ്ങളും, സ്ത്രീകളെ പോലെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നതെന്ന് സ്ത്രീകളും പലപ്പോഴും കരുതും. അപ്പം ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്നും സ്പർദ്ധ ഉണ്ടാവും, ക്ലാഷ് ഉണ്ടാകും. അപ്പം നമുക്കൊരു ജെൻഡർ വാർ
ബാർ അല്ല വേണ്ടത്, ജെൻഡർ കൺസെൻസസ് ആണ്, ജെൻഡർ സൗഹൃദമാണ്, അല്ലെങ്കിൽ ജെൻഡർ നല്ല റിലേഷൻഷിപ്സ് ആണ്. അത് തന്നെയാണ് രാഹുൽ. ഇപ്പം ഞങ്ങൾ എന്നുള്ള വാക്കിന് പകരം നമ്മൾ എന്ന് ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു. അതാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത്. പിന്നെ ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് മറ്റൊരു പുസ്തകത്തിനെ കുറിച്ചാണ്. ഒരു നൂറ്റാണ്ടിന് മുൻപ് കുമാരനാശാൻ എഴുതിയ ചിന്താവിഷ്ടയായ സീതയിൽ ആശാൻ പറയുന്നുണ്ട്, സീത പറയുന്നതാണ്, പടുരാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ എന്ന്. അതാണ് അതിൻ്റെ ഒരു സത്യം. വസ്ത്രധാരണത്തിലായാലും എങ്ങനെയായാലും മറ്റൊരാൾ എങ്ങനെ തോന്നുന്നു മറ്റൊരാൾക്ക് അത് മോശമായി തോന്നിയാൽ അത് എൻ്റെ പിഴവാണോ എന്നുള്ള ഒരു ചോദ്യം, അതൊരു വലിയ ചോദ്യമല്ലേ, നിങ്ങളുടെ പ്രശ്നമല്ലേ, കാണുന്നവരുടെ പ്രശ്നമല്ലേ എന്നുള്ളതാണ്. രാഹുൽ തുടരുക.